ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്ന ഈസ്റ്റർ സ്പെഷ്യൽ ഡിസ്കൗണ്ട് സെയിലായിരുന്നു. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വിഷു സ്പെഷ്യൽ സാരീസ് ആണ്. 3 സാരീസാണ് നമ്മൾ കാണുന്നത്. വളരെ ഡിസ്കൗണ്ട് റേറ്റിലാണ് നമ്മൾ ഇന്ന് 3 സാരീസും കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത്, ഞാൻ പറഞ്ഞു, വിഷു സ്പെഷ്യൽ സാരീസ് ആണെന്ന്. അപ്പോൾ നമ്മൾ കേരള സാരീസ് ആണ്. അതിൽ ഇപ്പോൾ ട്രെൻഡായിട്ട് നിൽക്കുന്ന ടിഷ്യൂ മെറ്റീരിയലിലുള്ള കേരള സാരീസ് ആണ് കാണുന്നത്. എല്ലാം തന്നെ വിത്ത് ബ്ലൗസ് പീസ് ആണ്. പ്ലെയിൻ ആയിട്ടുള്ളതുകൊണ്ട് ഫാബ്രിക് പ്രിന്റ് ആയിട്ടുള്ള കേരള സാരീസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഇതാണ് ആദ്യത്തെ സാരി. ഇത് ടിഷ്യൂ കേരള സാരിയാണ്. ടിഷ്യൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വിഷുവിന് മാത്രമല്ല, ഒരു ഫങ്ഷൻസ്, ഒരു കല്യാണം ഉണ്ടെങ്കിൽ കല്യാണത്തിനാണെങ്കിലും ഉടുക്കാൻ പറ്റിയ തരത്തിലുള്ള സാരിയാണ്. ഒരു ഷൈനിങ് എഫക്റ്റ് ഉണ്ട് ഇതിന്. ഗ്ലേസിങ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഓർണമെന്റ്സ് ഒക്കെ ഇട്ടാൽ നമുക്ക് ഒരു കല്യാണത്തിനാണെങ്കിലും ഉടുക്കാവുന്ന രീതിയിലാണ്. നല്ല വീതിയിൽ തന്നെ കസവുണ്ട്. അതുപോലെ തന്നെ ബോർഡറിൽ ഇതുവരെ ഇങ്ങനത്തെ ലൈറ്റ് കളർ കസവുമാണ് നമ്മുടെ ഇത് പോകുന്നത്. ഇത് വിത്ത് ബ്ലൗസ് പീസ് ആണ് വരുന്നത്. 5.5 മീറ്റർ സാരി, 1 മീറ്റർ ബ്ലൗസ് പീസ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ബ്ലൗസും ഇതുപോലെ തന്നെ സെയിം കസവായിട്ടുള്ള ബ്ലൗസ് പീസാണ് വരുന്നത് ഇതുപോലെ തന്നെ. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു സാരി. ഇത് പ്ലെയിൻ ആയിട്ടുള്ള സാരിയാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കട്ട് വർക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വർക്ക് വേണമെങ്കിൽ അങ്ങനെയാണെങ്കിലും ചെയ്തെടുക്കാം. പ്ലെയിൻ ആയിട്ടാണെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇതിന്റെ റേറ്റ്, ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിന്റെ റേറ്റ് 849 റുപ്പീസ് ആണ് ഇതിന്റെ റേറ്റ്. അപ്പോൾ ഇത് പ്ലെയിൻ മെറ്റീരിയൽ. ഇനി നമുക്ക് കാണുന്ന ഈ സെയിം ടിഷ്യൂ മെറ്റീരിയലിൽ തന്നെ ഫാബ്രിക് പെയിന്റ് ചെയ്തതാണ് നമ്മൾ കാണുന്നത്. ഇതാണ് നമ്മുടെ സാരി. ഇതിൻ്റെ അകത്ത് നമ്മൾ ചെമ്പരത്തി പൂവിൻ്റെ ഡിസൈനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, ഫാബ്രിക് പെയിന്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് സാരി വരുന്നത്. മുന്താണിയിൽ ഇതുവരെ കസവുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ 3 ചെമ്പരത്തി പൂവാണ് ചെയ്തിരിക്കുന്നത്. 2 സൈഡിലും നടുക്ക് ഇങ്ങനെയായിട്ടാണ് ഫാബ്രിക് പെയിന്റ് ചെയ്തിരിക്കുന്നത്. മെറൂണിൻ്റെ റെഡിൻ്റെ ഡബിൾ ഷെയ്ഡ് എന്ന് വെച്ചാൽ ഷെയ്ഡിങ് ഒക്കെ ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡും ആയിട്ട്. അതുപോലെ തന്നെ ലീഫ് ആണെങ്കിലും 2 ഇങ്ങനെ ഷെയ്ഡിങ് കൊടുത്തിട്ടാണ് ലീഫും പെയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ മുന്താണിയിൽ 3 ഡിസൈനാണ്. പിന്നെ ഫുൾ സാരിയുടെയും ബോർഡറിൻ്റെ ഒരു സൈഡ് ബോർഡറിൽ കൂടി ഇതുപോലെ പാറ്റേൺ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ഇതുപോലത്തെ ഡിസൈനിങ് ഇതുപോലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലും ഇങ്ങനെ ബോർഡർ ഫുള്ള് ഇതുപോലെ ഡിസൈൻ ഉണ്ട്. അതുപോലെ തന്നെ ചെസ്റ്റ് പോർഷനിലും ഇതുപോലെ 2 പൂക്കൾ അടുപ്പിച്ച് വരും. അപ്പം ഞെറിഞ്ഞു കൊടുക്കുമ്പോൾ ഷോൾഡർ പ്ലീറ്റിലും അതുപോലെ തന്നെ നെഞ്ചിനോട് ചേർന്നിരിക്കുന്ന സൈഡിലും ഇതുപോലത്തെ ഡിസൈനിങ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതും വിത്ത് ബ്ലൗസ് പീസ് തന്നെയാണ്. ഇത് ഫുൾ ബോർഡർ ഇതുപോലെ തന്നെ ഡിസൈനിങ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ബോട്ടം പ്ലീറ്റ്സിലൊക്കെ ഇതുപോലത്തെ ഡിസൈൻസ് ഉണ്ട്. ഇതുപോലത്തെ ഡിസൈൻസ് ബോട്ടം പ്ലീറ്റ്സിലും എല്ലായിടത്തും ഇതുപോലത്തെ ഡിസൈൻസ് വരുന്നുണ്ട്. ഇത് വിത്ത് ബ്ലൗസ് പീസ് ആണ്. ബ്ലൗസിൻ്റെ സ്ലീവിലും ഇതുപോലത്തെ ഒരു കുഞ്ഞു ഫ്ലവർ പാറ്റേൺ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലൗസിൻ്റെ സ്ലീവിൽ വരുന്ന ഇതിൻ്റെ ഒരു കുഞ്ഞു വേർഷൻ. അപ്പോൾ ഇതാണ് സാരിയിൽ വരുന്നത്. ഇതിൻ്റെ ഒരു കുഞ്ഞു പൂവാണ് ബ്ലൗസിൻ്റെ സ്ലീവിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ബ്ലൗസിൻ്റെ സ്ലീവിൽ വരുന്നത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1349 ആണ്. 1349 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. ഇത് രണ്ടും നമ്മൾ കണ്ടത് ടിഷ്യൂസ് കേരള സാരീസ് ആണ്. ഇനി നമ്മൾ കാണുന്നത് കോട്ടൺ ആണ്. കോട്ടൺ ബേസ്ഡ് സാരിയാണ്. നമ്മുടെ സാധാ ടിഷ്യൂ ഒന്നുമല്ല, സാധാ സാരിയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഇതുപോലെ ഫാബ്രിക് പെയിൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഒരു ബ്ലാക്ക് കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് വിത്ത് ബ്ലൗസ് പീസാണ്. ഇൻ കേസ് നിങ്ങൾക്ക് അത് ബ്ലൗസ് പീസ് ഇടാൻ താല്പര്യമില്ല, ബ്ലാക്ക് ബ്ലൗസ് പീസ് ഇട്ടാലും നല്ലതായിരിക്കും. കോട്ടൺ സിൽക്കിൻ്റെയോ അല്ലെങ്കിൽ 2x2 ബ്ലൗസ് പീസ് ബ്ലാക്ക് ഇട്ടാലും നല്ലതായിരിക്കും. ഇതാണ് ഇതിൻ്റെ ബോർഡർ വരുന്നത്. ഇതുപോലെ തന്നെ ഗോൾഡൻ കസവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടിഷ്യൂ സാരീനേക്കാളും കുറച്ചും കൂടെ കുറവാണ് ഇതിൻ്റെ ബോർഡറിൽ വരുന്ന കസവിൻ്റെ വിഡ്ത്ത്. പിന്നെ ഇതിൻ്റെ സ്പെഷ്യലായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ടിഷ്യൂവിൻ്റെ അരികെ അടിച്ചിട്ടുണ്ടായിരുന്നില്ല മുന്താണിയുടെ. ഇതിൻ്റെ അരികിൽ ഇങ്ങനെ ടാസൽസ് പോലെ കെട്ടിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പറയാനായിട്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് മുന്താണിയിൽ ഇത്രയും നല്ലതായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ട് പിന്നെ ഉള്ള ഫുൾ ബോർഡറിലും നമ്മളിത് ഇതുപോലെയാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. 3 ലീഫ് പെയിൻറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ 3 ലീഫ് ആയിട്ടുള്ള പെയിൻറ്റിങ് ഫുൾ ബോർഡറിൽ കൂടെ ഇങ്ങനെ പെയിൻറ്റിങ് പൊയ്ക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ പെയിൻറ്റിങ് വന്നിട്ടില്ല. ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ പെയിൻറ്റിങ്. ഇതുപോലെ ഫുൾ സാരിയിൽ ഇതുപോലെ കുറച്ച് ഡിസ്റ്റൻസ് വിട്ട് ഇതുപോലെ പെയിൻറ്റിങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
ബോട്ടം പ്ലീറ്റ്സിലും എല്ലായിടത്തും ഉണ്ട്. ഇതും വിത്ത് ബ്ലൗസ് പീസാണ്. ബ്ലൗസ് പീസിൽ ഇതുപോലെ തന്നെ ഒരു പെയിൻറ്റിങ് സ്ലീവിൽ വരുന്നുണ്ട്. ഇതാണ്, ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റും 1349 ആണ്. ഇന്നിപ്പോൾ നമ്മൾ 3 സാരീസാണ് കണ്ടത്. ഇത് 3ഉം റെഡി ഫോർ സെയിലാണ്. റേറ്റും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലിമിറ്റഡ് പീസസേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അപ്പോൾ അടുത്ത ദിവസം പുതിയ കളക്ഷൻസുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.